എന്താണോ എല്ലാരും ഒന്ന് അങ്ങോട്ട് വന്ന് നോക്കേ. മലയാള സിനിമയിൽ എന്താണ് നടക്കുന്നത്? ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട്. അതെന്താടി അങ്ങനെ ഒരു ടോക്ക്? എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. ഏതോ ഒരു നടനെതിരെ ലിസ്റ്റിൻ വാലും തലയും ഇല്ലാത്ത ഒരു ആരോപണം പറഞ്ഞു കുടുങ്ങി. എനിക്കറിയാലോ ആ ഇഷ്യൂ എന്താന്ന്, ആ നടനറിയാലോ, എന്റെ ഒപ്പം ഉള്ളവർക്ക് ആ ഇഷ്യൂ അറിയാലോ. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. നിനക്കല്ലേ കേൾക്കാൻ പറ്റണ? പേര് പറഞ്ഞില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ അൺഫോളോ ചെയ്ത് ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാവുകയും അത് വിവാദമാവുകയും ചെയ്തു. ആ ഒരാൾ ആരാണെന്ന് പറ. മനസ്സിലായില്ല? ഇല്ല, ഞാനൊരു ക്ലൂ തരാം. നിവിൻ പോളി ആരാധകർ രൂക്ഷ വിമർശനം ഉയർത്തി. അതോടെ ലിസ്റ്റിൻ സ്റ്റീഫൻ അയഞ്ഞു. ഞാൻ 15 വർഷമായിട്ട് ഒരു താരത്തിനെതിരെയും ഒരു ടെക്നീഷ്യനെതിരെയും വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. നീ പറയും. നിവിൻ പോളി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്തിനാണ് നിവിൻ പോളി എന്ന് ധരിക്കുന്നത്? എന്തിനാണ്? ഇത്രയും ആയ സ്ഥിതിക്കുള്ള സത്യം തുറന്നു പറയാലോ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. ഞാൻ വരുന്ന വഴി ഒരു ഫ്ലെക്സ് ബോർഡ് കണ്ടു. അപ്പം ഫ്ലെക്സ് ബോർഡിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: നല്ല നല്ല ഹൃദയം ഉണ്ടാവട്ടെ എന്നുള്ളൊരു ഒരു ഹോർഡിങ്സ് ആണ്. തല്ലിയിട്ടൊന്നും കാര്യമില്ല, സൈക്കോളജിക്കലായിട്ട് അവനെ തകർക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മുടെ ജീവിതത്തിൽ കാണാറുണ്ട്. അങ്ങനെ എല്ലാത്തവരെയും നമ്മൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട്. സ്വന്തം കാര്യം മാത്രം നോക്കുന്ന, അല്ലെങ്കിൽ ഭീഷണിയുടെ സ്വരങ്ങൾ മുഴക്കുന്ന, അങ്ങനെയുള്ള രീതിയിലുള്ള ആൾക്കാരും നമ്മൾ മുമ്പിൽ കാണുന്നുണ്ട്. നമ്മളെയാണല്ലോ മച്ചമ്പി. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. പക്ഷെ അവരോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ: നല്ല ഹൃദയത്തിന് ഉടമയാവുക, നല്ല മനസ്സിന് ഉടമയാവുക, പരസ്പരം സ്നേഹത്തിലും സന്തോഷത്തിലും മുമ്പോട്ട് പോകാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കും. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷായി.